നമ്മളിന്ന് കൊല്ലത്താണുള്ളത്. കൊല്ലത്തൊരു പുസ്തക പ്രകാശന വേളയിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്തത് PP ദിവ്യയാണ്. സ്വാഗതം ചെയ്യാം നമുക്ക് ഈ പരിപാടിയിലേക്ക് ഏവരെയും. ചായക്കട നടത്തുന്ന 2 പേര് 30 വിദേശ രാജ്യങ്ങൾ സഞ്ചരിച്ചു. 30 വിദേശ രാജ്യങ്ങൾ അവർ സഞ്ചരിച്ചു. ചായക്കട നടത്തി കിട്ടുന്ന വരുമാനം എത്രയെന്ന് നമുക്കറിയാം. പലപ്പോഴും ഒരു യാത്രയെക്കുറിച്ച് പറയുമ്പോൾ പലരും പറയുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, എവിടെയാണ് സമയം? എനിക്ക് സമയമില്ല യാത്ര ചെയ്യാൻ. രണ്ടാമത്തെ കാര്യം നമ്മൾ പറയുന്നത് എന്താണ്? പണം കയ്യിലില്ല എന്നുള്ളതാണ്. എന്നാൽ യാത്ര ചെയ്യുന്നതിന് വേണ്ടി ഇത് രണ്ടും ആവശ്യമില്ല. അത് രണ്ടും ആവശ്യമില്ല. സമയം നമ്മൾ ഉണ്ടാക്കിയാൽ, ആ സമയം നമ്മൾ കണ്ടെത്തിയാൽ ആ യാത്ര നടക്കും. നമ്മൾ തീരുമാനിച്ച നടക്കുന്ന ഒരു കാര്യമാണ്. യാത്ര ചെയ്യുന്ന മനുഷ്യരും യാത്ര ചെയ്യാത്ത മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. എന്താണെന്നറിയും? നിങ്ങളൊരു വൃക്ഷത്തെ വാങ്ങിയിട്ട് ഒരു ചെടിച്ചട്ടി എടുത്തിട്ട് ആ ചെടിച്ചട്ടിയിൽ വൃക്ഷം നട്ടു. അതേ സമയത്ത് അതേ ഇനത്തിൽപ്പെട്ട ഒരു വൃക്ഷത്തെ എടുത്തിട്ട് നിങ്ങളൊരു വലിയ അതായത് മണലിൽ കുഴിച്ചിടുക. മണലിൽ കുഴിച്ചിട്ട ഈ വൃക്ഷത്തെ പടർന്ന് പന്തലിച്ച് വികസിച്ചു നിൽക്കും. പക്ഷേ ഒരു ചെടിച്ചട്ടിയിൽ കുഴിച്ചിട്ട ഒരു വൃക്ഷത്തെ എന്താകും? അത് വളരില്ല. അതുപോലെ യാത്ര ചെയ്യുന്ന മനുഷ്യരും യാത്ര ചെയ്യാത്ത മനുഷ്യരും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്? ഇത് രണ്ടും തമ്മിലാണ്. യാത്ര ചെയ്യുന്നവർക്ക് ഒരുപാട് കാര്യങ്ങൾ ലോകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് നന്നായി മനസ്സിലാക്കാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഞങ്ങളെല്ലാം വോട്ട് ചോദിച്ചിട്ട് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വീട്ടിൽ പോകുമ്പോൾ എന്നോട് പല വീടുകളിൽ നിന്നും ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താണെന്ന് അറിയും? എല്ലാരെയും ജയിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് എന്താ കിട്ടേണ്ടത്? എല്ലാരെയും ജയിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് എന്താ കിട്ടേണ്ടത്? നല്ല വീട്ടിലാണ് കിടന്നു പോകുന്നത്, അന്തസ്സായ ജീവിതമുണ്ട്, വീട്ടിലെ മുറികളിലെല്ലാം നല്ല ഷെൽഫിൽ അടുക്കി വെച്ച വസ്ത്രങ്ങളുണ്ട്, അടുക്കളയിൽ ഭക്ഷണ സാധനങ്ങൾ അധികമായിട്ട് പഞ്ചായത്തിൽ പറഞ്ഞിട്ട് 2-3 കമ്പോസ്റ്റും അധികമായിട്ട് നമ്മൾ വാങ്ങുകയാണ്. എന്താണ് നമുക്ക് കിട്ടുന്നത് എന്ന് ചോദിക്കുന്നതിൽ വീട്ടിൽ നിന്നാണ് ഇത് പറയുന്നത്. ഞാൻ ആസാമിൽ പോയപ്പോൾ ആസാമിലെ ചില കുടുംബങ്ങളെ അവിടെ ഗ്രാമീണ മേഖലയിൽ ഞങ്ങളൊരു വിസിറ്റിന്റെ ഭാഗമായിട്ട് തന്നെ പോയതാണ്. അവിടെ പോയപ്പോൾ ഗ്രാമീണ മേഖലയിൽ ഞങ്ങൾ സഞ്ചരിച്ച സമയത്ത് സത്യം പറഞ്ഞാൽ അന്ന് എന്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം എന്താ? 2-3 ദിവസം കൊണ്ട് താമസിച്ചപ്പോ എനിക്ക് തോന്നിയത് എന്റെ നാട്ടിലൊന്നും എനിക്കൊന്ന് തിരിച്ചു വരാൻ പറ്റിയെങ്കിൽ, എന്റെ വീട്ടിലൊന്നും എനിക്ക് തിരിച്ചു വരാൻ പറ്റിയെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു. കാരണം എന്താ വെച്ചാൽ നമ്മൾ സ്വർഗത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. കേരളത്തിൽ ജീവിക്കുന്നത് സ്വർഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ നാം സ്വർഗത്തിലാണ് ജീവിക്കുന്നത് എന്ന് മലയാളിക്ക് തിരിച്ചറിയാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ഈ നാട്ടിൽ നിന്ന് മറ്റു പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവുക. ഈ കേരളത്തിന് പുറത്ത് പല സംസ്ഥാനങ്ങളിലൂടെയും ട്രെയിനിൽ പോകുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. റെയിൽവേ സ്റ്റേഷനിൽ ഒരു സാരി കൊടുത്തിട്ട് ആ സാരിയുടെ പകുതി എടുത്തിട്ട് കഴുകിയിട്ട് അതിങ്ങനെ ആറ്റി ഉണക്കിയിട്ട് അതെടുത്തിട്ട് മറ്റൊരു ഭാഗം കഴുകിയിട്ട് ഉണക്കി മാനം വളർത്തുന്ന പെണ്ണുങ്ങളെ നിങ്ങൾക്ക് കേരളത്തിന് പുറത്ത് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കാണാൻ സാധിക്കും. ഇവിടെ നമ്മളൊരു പരിപാടിക്ക് പോകുമ്പോൾ പച്ചസാരി ഉടുക്കണോ, വീടി ഉടുക്കണോ, ചുരിദാർ ഇടണോ, അല്ലെങ്കിൽ എന്താണ് ധരിക്കേണ്ടത് എന്ന സംശയമാണ് നമുക്ക്. പക്ഷേ നിങ്ങൾ സഞ്ചരിക്കും, ലോകം മുഴുവൻ സഞ്ചരിക്കുക തന്നെയാണ് നമ്മൾ പറയുന്നത്. ആ സഞ്ചാരം ഉണ്ടാക്കുന്ന ഒരു ബോധമുണ്ട്, രാഷ്ട്രീയ ബോധമുണ്ട്, ജനാധിപത്യ ബോധമുണ്ട്. ഇതൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഈ യാത്ര എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. ആ രാഷ്ട്രീയ പ്രവർത്തനം നമ്മൾ നടത്തിയേ പറ്റും. അതായത് മഹാത്മാഗാന്ധിയെ നമുക്ക് ലഭിച്ചത്? ദക്ഷിണാഫ്രിക്കയിലേക്ക് നിയമ പഠനത്തിന് വേണ്ടി പോകുന്ന സമയത്ത് ട്രെയിനിൽ വെച്ചിട്ട് നിറത്തിന്റെ പേരിൽ ട്രെയിനിൽ നിന്ന് അദ്ദേഹത്തെ തള്ളിയിടുകയാണ്. അദ്ദേഹത്തെ അപ്പോഴാണ് അദ്ദേഹത്തെ സംബന്ധിച്ച്, അതായത് തന്റെ നിറം ഒരു പ്രശ്നമാണ്,